യെസ്. സോ മക്കളെ, നമ്മൾ ഇന്ന് മെയിൻലി ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നോ, ഇപ്പൊ റീസെന്റ് ആയിട്ട് എക്സാം എഴുതിയ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടാവില്ലേ അല്ലെ? Jan 26 എക്സാംസ്. യെസ്. സോ Jan 26 എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? Jan 26 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടായിരിക്കും ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഇനി വരാൻ പോകുന്ന ഡേയ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ്ലി ഓരോ ചാപ്റ്ററിന് ഇത്ര എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുക. സോ ഇന്ന് ടുഡേ വിൽ ബി ഡിസ്കസിങ് Jan 26 എക്സാം ക്വസ്റ്റ്യൻസ്. ഓക്കെ. സോ എഴുതിയവരുണ്ടോ? അതെ അതെ, മാത്സ് ആണ്. ഓക്കെ. Jan 26 പേപ്പർ 3 ആണ് വിഷയം. ഓക്കെ അല്ലേ? യെസ്. സോ നോക്ക്, ശ്രദ്ധിക്കണം. സോ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ നേരെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് തന്നെ പോകുന്നില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? സോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഏരിയയിലാണ് കേട്ടോ. സോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. സോ ഫ്രം ബാക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് പോവാം കേട്ടോ. സോ 100th ക്വസ്റ്റ്യൻ മുതൽ ബാക്കിലോട്ട് പോവാം. യെസ്, ഒന്ന് വായിച്ചു നോക്കി ക്വസ്റ്റ്യൻ. Which index number uses current year quantities as weight? Okay. Which index number uses current year quantities as weight? Okay. So first തന്നെ ഇൻഡെക്സ് നമ്പർ. സോ നമ്മളെ ഈ എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ചാപ്റ്റർ പഠിക്കും. ആ ചാപ്റ്റർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യാറുള്ളൂ അല്ലേ? പക്ഷെ എക്സാമിനോട്ട് വരുന്ന സമയത്ത് ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അടുത്ത വേറെ ചാപ്റ്ററാ, പിന്നെ അടുത്ത വേറെ ചാപ്റ്ററാ. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ശീലിച്ചിട്ടില്ല അല്ലേ? നമ്മൾ ഒരു ചാപ്റ്റർ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ച് അടുത്ത ചാപ്റ്റർ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പറയുന്നത് വർക്കൗട്ട് ബാച്ചസ് കയറണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ചാപ്റ്ററിന് വേറെ ചാപ്റ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു മൈൻഡ് എന്ത് ചെയ്യാൻ പറ്റും? ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഇപ്പൊ ഇൻഡെക്സ് നമ്പറിലെ ക്വസ്റ്റൻ ആണെങ്കിൽ അടുത്തത് ചിലപ്പോൾ കോറിലേഷൻ അങ്ങനെ പോവാം. ഓക്കെ. സോ ആദ്യത്തെ ക്വസ്റ്റൻ നോക്കി. വിച്ച് ഇൻഡെക്സ് നമ്പർ മെത്തേഡ് യൂസസ് കറന്റ് ഇയർ ക്വാണ്ടിറ്റീസ് ആസ് വെയിറ്റ്? അറിയാവോ? കറന്റ് ഇയറിലെ ക്വാണ്ടിറ്റീനെ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പർ ഏതാ? ഇൻഡെക്സ് നമ്പർ പഠിച്ചിട്ടില്ലേ? യെസ്, ഏതാടാ? ആർക്കെങ്കിലും അറിയാവോ? കറന്റ് ഇയർ ക്വാണ്ടിറ്റീനെ നമ്മൾ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡി പാസ്കേസ് ആണോ? യെസ്, ബാക്കി എല്ലാവർക്കും ഓക്കെ അല്ലേ? പാസ്കേസ് അല്ലേ? യെസ്, പാസ്കേസിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? സിഗ്മ pn qn ഡിവൈഡഡ് ബൈ സിഗ്മ p0 qn ഇൻറ്റു 100. സോ ഇതാണ് നമ്മൾ പാസ്കയുടെ ഇക്വേഷൻ എടുക്കാറ് അല്ലെ? യെസ്. അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി കണ്ടോ? ക്യു എൻ ആണ് എന്തായിട്ട് എടുക്കുന്നത്? യെസ്, വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? QN ആണ് വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ക്ലിയർ ആണ്? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ലാസ്റ്റ് പെയർ? ലാസ്റ്റ് പെയറിൽ നമ്മൾ ഏതായിരിക്കും വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക? യെസ്, സിഗ്മ pn Q0 ഡിവൈഡഡ് ബൈ സിഗ്മ p0 Q0 ഇൻറ്റു 100 അല്ലേ? ക്ലിയർ ആണോ? ലാസ്റ്റ് പേഴ്സിൽ നമ്മൾ എടുക്കുന്നത് ബേസ് ഇയർ ക്വാണ്ടിറ്റി ആണ് അല്ലെ? ഇവിടെ ബേസ് ഇയർ എടുക്കുക. ലാസ്റ്റ് പേരിൽ നമ്മൾ ഇതെടുക്കും, ബേസ് ഇയർ എടുക്കും. ഓക്കെ. ഫിഷേഴ്സ് പഠിച്ചിട്ടില്ലേ? യെസ്. സോ ഫിഷേഴ്സ് പറയുമ്പോൾ ഫിഷേഴ്സിന്റെ പേര് തന്നെ നോക്കിയേ. ഫിഷേഴ്സ് എന്ത് ഇൻഡെക്സ് നമ്പറാ? ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ. ക്ലിയർ അല്ലേ? ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്നാ പറയുന്നത് അല്ലെ? സോ ഈ ഐഡിയൽ ഇൻഡെക്സ് ആവാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയൽ ഇൻഡെക്സ് എന്നുള്ളത് ഫിഷേഴ്സിനെ പറയാനുള്ള റീസൺ എന്താ? ബിക്കോസ് ഇറ്റ് സാറ്റിസ്ഫൈസ് ഏതൊക്കെ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാ? പറ. സാറ്റിസ്ഫൈസ് വിച്ച് ഓൾ ടെസ്റ്റ്? ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എടാ, ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറിന് എന്ത് പറയുന്നത്? ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. ഇനി ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ എങ്ങനെയാ കണ്ടുപിടിക്കുക? ലാസ്റ്റ് പെയറിനെ പാസ്കേന്റെ എന്താണ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ അറിയാമോ? ലാസ്റ്റ് പെയറിന്റെയും പാസ്കേന്റെ എന്താണ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ? പഠിച്ചിട്ടില്ലേ? എന്തായിരുന്നു? എടാ, നിങ്ങൾക്ക് ലാസ്റ്റ് പെയർ അറിയാം, പാസ്കെ അറിയാം, എന്നാ പിന്നെ ഫിഷർ കണ്ടുപിടിച്ചുകൂടെ? യെസ്, ഇറ്റ് ഈസ് GM അല്ലെ? ജോമെട്രിക് മീൻ ആണ്. ക്ലിയർ അല്ലേ? സോ ജോമെട്രിക് മീൻ ആണ് എന്തിന്റെ? ഓഫ് ലാസ്റ്റ് പെയർസ് ആൻഡ് പാസ്കെ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, √LP ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ കിട്ടും. സെറ്റ് അല്ലേ? ഓക്കെ. സോ ഇനി ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ, മാർഷൽ എഡ്ജ്വർത്ത് എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് നമ്പർ അല്ലെ? മാർഷൽ എഡ്ജ്വർത്ത് ഇൻഡെക്സ് നമ്പറിൽ നമ്മൾ എന്താ ചെയ്യാറ്? യെസ്, നോക്ക്. ലാസ്റ്റ് പെയറിലും പാസ്കയിലും നിങ്ങൾ എടുത്തത് ക്വാണ്ടിറ്റി Q0യും QN ഒക്കെ അല്ലേ എടുത്തേ വെയിറ്റ് ആയിട്ട്?
മാർഷൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ആവറേജോ അല്ലെങ്കിൽ ഇതിന്റെ സമ്മോ ആണ് വെയിറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ ആണോ? എന്താണ് വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ക്വാണ്ടിറ്റിയുടെയോ അല്ലെങ്കിൽ Q0ന്റെയും Qnന്റെയും ആവറേജോ സമ്മോ ഏത് വേണേലും എടുക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മാർഷൽ എഡ്ജ്വർത്ത് വരുന്നത് സിഗ്മ പി എൻ ബ്രാക്കറ്റിൽ Q0 പ്ലസ് Qn ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 പ്ലസ് Qn ഇൻറ്റു 100. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇവിടെ നമുക്ക് സം എടുക്കണമെങ്കിൽ സം എടുക്കാം, ഓർ എന്തും എടുക്കാം, ആവറേജ് എടുത്താലും കുഴപ്പമില്ല. എന്ത് വേണം എടുക്കുക? സം എടുക്കുക, സം ഓർ ആവറേജ്. ക്ലിയർ ആണോ? മാർഷൽ എഡ്ജ്വർത്ത്. യെസ്, സെറ്റ് അല്ലേ? ഓക്കെ ആണോ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ മക്കളെ? ഒന്ന് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടെ. ഒരൊറ്റ ചാപ്റ്ററിൽ 5 ക്വസ്റ്റ്യൻസ്, ഒരൊറ്റ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്ന് മെസ്സേജ് ഇട്ടെ. ഓക്കെ ആണോ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഓക്കെ അല്ലേ? മെസ്സേജ് അയക്കടാ. എന്താ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ മടി? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ഐ എം സോറി മാൻ. മർഷദ് ഹുവർ. മർഷദ്, നിനക്ക് പറ്റിയ ക്ലാസ് അല്ല മോനെ. കാരണം നീ ഫസ്റ്റ് ടൈം ആണ് പഠിക്കുന്നത്. സോ അതുകൊണ്ട് നിനക്കുള്ള ക്ലാസ് അല്ല കേട്ടോ ഇത്. ഇപ്രാവശ്യം എക്സാം എഴുതാൻ പോകുന്നു പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസിനുള്ള ക്ലാസ്സാണ് കേട്ടോ. നീ ഫസ്റ്റ് ടൈം അല്ലേ എഴുതാൻ പോകുന്നത്? ഓക്കെ, യെസ്. ഇത് ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ഗുഡ്. സോ നെക്സ്റ്റ് 99, ക്വസ്റ്റ് നമ്പർ 99 അതിലോട്ട് പോവാം. വായിച്ചോക്ക്, ക്വസ്റ്റ്യൻ വായിച്ചോക്ക്. The coefficient of correlation between x and y is 0.6. Okay, so coefficient of correlation between x and y is 0.6. If u and v are variables, okay, u and v are defined as 2u minus x plus 3 is equal to 0 and 3v plus y minus 2 is equal to 0, then coefficient of correlation between u and v is ഇതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്ക്, ആലോചിച്ച് നോക്കി. ഇത് ഏത് റിലേറ്റഡ് ആ ക്വസ്റ്റ്യൻ? കോറിലേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ മക്കളെ ഞാനിവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഐ എം അസ്യൂമിങ് ദാറ്റ് നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ടുണ്ട്, അല്ലെ? എല്ലാ ക്ലാസ് എന്താ പറയുക, ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നോക്ക്, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ 0.6 അല്ലെ? അതായത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സും വൈയും തന്നിട്ടുണ്ട്. അതായത് RXY തന്നിട്ടുണ്ട്. RXY എത്രയാ പറഞ്ഞത്? 0.6 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു യു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് യു വിയും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? യുവും എക്സും തമ്മിലുള്ള കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്. 2u മൈനസ് എക്സ് പ്ലസ് 3യും അതേപോലെ 3v പ്ലസ് വൈ മൈനസ് 2 ഈക്വൽ ടു 0. രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ എന്നിട്ട് ചോദിക്കുന്നത് ഫൈൻഡ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ യു ആൻഡ് വി എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സി നിങ്ങൾ പഠിച്ചൊരു കാര്യമാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് R എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക അല്ലെ? ഓക്കെ, സോ ഈ R റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, R ആണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. യെസ്. സോ R വെദർ ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ സ്കെയിൽ, വെദർ ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ഒറിജിൻ, അങ്ങനെ എന്തെങ്കിലും അറിയാവോ? ഇത് പഠിച്ച സ്റ്റുഡൻസ് ഒന്ന് പറഞ്ഞേ. കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് അഫക്റ്റഡ് ബൈ സ്കെയിൽ, കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് അഫക്റ്റഡ് ബൈ ഒറിജിൻ, ബോത്ത് സ്കെയിൽ ആൻഡ് ഒറിജിൻ ആൻഡ് നോ സ്കെയിൽ ആൻഡ് ഒറിജിൻ. എങ്ങനെയാ? സ്കെയിൽ ഓൺലി ആണോ, ഒറിജിൻ ഓൺലി ആണോ, ബോത്ത് സ്കെയിൽ ആൻഡ് ഒറിജിൻ ആണോ, അല്ല നൺ ഓഫ് ദീസ് ആണോ? രണ്ടും അഫക്ട് ചെയ്യുന്നില്ല. ഇതിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? എടാ പറടാ, കോറിലേഷൻ കോഎഫിഷ്യന്റ് അഫക്റ്റഡ് ഏതാണ്? നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടില്ല ഈ ചെറിയ സാധനം പോലും? കോറിലേഷൻ കോഎഫിഷ്യന്റ് അഫക്റ്റഡ് ബൈ സ്കെയിൽ ഓൺലി, അഫക്റ്റഡ് ബൈ ഒറിജിൻ ഓൺലി, അഫക്റ്റഡ് ബൈ ബോത്ത് സ്കെയിൽ ആൻഡ് ഒറിജിൻ, നോട്ട് ബൈ എനിത്തിങ്. എങ്ങനെയാ പറ? സമാന, അപർണ, എന്തായിരുന്നു കോറിലേഷൻ കോഎഫിഷ്യന്റ് അഫക്റ്റ് ആവുകയോ ഇല്ലയോ? ഏതാ പഠിച്ചേ? അറിയില്ല. എന്ത് പറ്റിയടാ?
മറ്റന്നാൾ എക്സാം അല്ലേ? ഈ ചെറിയ സാധനം പോലും പഠിച്ചില്ലേ നിങ്ങള്? അല്ല ടൈപ്പ് ചെയ്യുന്നുണ്ടോ? എനിക്ക് കാണാത്താണോ? സ്കെയിൽ ഓൺലി ആണോ? ആരാ പറഞ്ഞ സ്കെയിൽ ഓൺലിന്ന്? ആരാ നിങ്ങൾ എങ്ങനെ പഠിപ്പിച്ചേ സ്കെയിൽ ഓൺലിന്ന്? ഏഹ് മണ്ടന്മാരെ നോക്ക്. MOCT ഒറിജിൻ ഉണ്ട്, സ്കെയിൽ ഉണ്ട്. നേരെ പഠിച്ചോ. MOCT ഇസ് അഫക്റ്റഡ് ബൈ ബോത്ത് ഒറിജിൻ ആൻഡ് സ്കെയിൽ. ഓക്കെ. അടുത്ത അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഏതൊക്കെയാ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ? റേഞ്ച്, QD, SD, MD ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലേ? ആ, ഇതൊക്കെ അഫക്റ്റഡ് ബൈ വാട്ട്? സ്കെയിൽ, ബട്ട് നോട്ട് ബൈ ഒറിജിനൽ. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ഒറിജിൻ ബട്ട് നോട്ട് ബൈ സ്കെയിൽ. ക്ലിയർ ആണോ? റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അഫക്റ്റഡ് ബൈ ഒറിജിൻ ബട്ട് നോട്ട് ബൈ സ്കെയിൽ. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത MOCT, അബ്സല്യൂട്ട് ഡിസ്പേർഷൻ, റിലേറ്റീവ് ഡിസ്പേർഷൻ. യെസ്. ഇനി അടുത്ത എന്താ പറയുക? കോറിലേഷൻ കോഎഫിഷ്യന്റ് എടുക്കാം. കോറിലേഷൻ കോഎഫിഷ്യന്റ്. യെസ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് അഫക്റ്റഡ് ബൈ നൺ ഓഫ് ദിസ്. ഇതറിയില്ലേ? ആൻഡ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഈസ് അഫക്റ്റഡ് ബൈ സ്കെയിൽ ഓൺലി. ഇത്രേ അറിയാവോടാ? പഠിച്ചില്ല അല്ലേ? ഇതെല്ലാം ഓരോരോ ക്വസ്റ്റ്യനാ എക്സാമിന് ചോദിക്കുന്ന സാധനമാണ് അല്ലെ? MOCT is affected by origin and scale. Absolute measures of dispersion is affected by scale only. Okay. Correlation coefficient is affected by both. ഒന്നും അഫക്ട് ചെയ്യില്ല കേട്ടോ. റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഏത് മാത്രമേ അഫക്ട് ചെയ്യുള്ളൂ? സ്കെയിൽ മാത്രമേ അഫക്ട് ചെയ്യുള്ളൂ. റിലേറ്റീവ് മെഷേഴ്സ്, അതായത് നമ്മൾ ഈ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് MD, കോഎഫിഷ്യന്റ് ഓഫ് QD ഒക്കെ പറയൂലേ? അത് അഫക്ട് ചെയ്യുന്ന ഏതാ? ഒറിജിൻ ആണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്ന സാധനം എന്താ? വായിക്കി. ഞാൻ ഇതിന് വേറൊരു ആംഗിളിൽ പറഞ്ഞുതരാം. ചോദ്യം ചോദിച്ചു നോക്കണേ, ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? RXY is equal to 0.6 അല്ലെ? യെസ്. എക്സും വൈയും തമ്മിൽ ഉള്ള കോറിലേഷൻ ആ പറഞ്ഞത് അല്ലെ? യെസ്. ഇത് പോസിറ്റീവ് കോറിലേഷൻ ആണോ നെഗറ്റീവ് കോറിലേഷൻ ആണോ? ആലോചിച്ച് നോക്കിയേ. 0.6 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് കോറിലേഷൻ അല്ലേ? അല്ലേ? യെസ്. എടാ കോറിലേഷൻ കോഎഫിഷ്യന്റ് വാല്യൂ എന്തിന്റെ ഇടയിൽ നിൽക്കും അറിയാവോ? യെസ്. R lies between -1 and 1 അല്ലെ? രണ്ടും വരൂലേ? -1 വരാൻ സാധ്യതയില്ലേ? യെസ്. ബോത്ത് ഇൻക്ലൂസീവ്. എന്തറിയാവോ? R lies between -1 and 1, ബോത്ത് ഇൻക്ലൂസീവ്. ഓക്കെ. സോ ഇനി ചോദിക്കുന്നത് വാട്ട് ഈസ് RXY? RXY എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നത് 0.6 അല്ലേ? യെസ്. 0.6 എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഉദ്ദേശിക്കുന്നത് എന്താ? യെസ്. ഇത് രണ്ടും പോസിറ്റീവ് കോറിലേഷൻ ആണ്. അതായത് നമ്മളിപ്പോൾ അസ്യൂം ചെയ്യാം. ഓക്കെ. സോ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന് ക്ലിയർ ആയിട്ട് ഈ ഒരു സംഭവം മനസ്സിലാവും. അല്ലാത്ത സ്റ്റുഡൻസ് ഒന്ന് അറ്റൻഷൻ കേട്ടോ. അതായത് നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഒരു സാറും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാൻ. എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നോക്കാം. RXY = 0.6. ഓക്കെ. സോ നമുക്ക് മനസ്സിലായി എക്സും വൈയും തമ്മിൽ പോസിറ്റീവ് ആയിട്ടുള്ള കോറിലേഷനാണ്. അതിന്റെ അർത്ഥം എന്താ? എക്സും വൈയും പോസിറ്റീവ് കോറിലേഷൻ ആണെന്നല്ലേ അർത്ഥം? എന്ന് പറഞ്ഞാൽ എക്സ് കൂടുമ്പോൾ വൈ എന്താവും എന്ന അർത്ഥം ഒന്ന് പറയാമോ? എക്സ് കൂടുമ്പോൾ വൈ എന്തായാലാണ് പോസിറ്റീവ് കോറിലേഷൻ ആവുന്നത്? എക്സ് കൂടുമ്പോൾ എന്ത് കൂടണം? വൈ കൂടണ്ട മക്കളെ. യെസ്. സോ എക്സ് കൂടുമ്പോൾ വൈയും കൂടുവാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് പോസിറ്റീവ് കോറിലേഷൻ. ക്ലിയർ? യെസ്. ഇനി ശ്രദ്ധിക്കാം. അടുത്ത പോയിന്റിൽ ഇവിടെ നോക്കുക. എന്താ? 2u - x + 3 = 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ ഈ ഒരു സെന്റൻസ് നിങ്ങൾക്ക് യുവും എക്സും തമ്മിൽ എങ്ങനെയുള്ള റിലേഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. യുവും എക്സും തമ്മിൽ എങ്ങനെയുള്ള റിലേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 2u - x + 3 = 0 എന്ന് പറയുമ്പോൾ അസ്യൂമിങ് മക്കളെ നിങ്ങൾ ഒന്ന് വാല്യൂസ് ഒന്ന് ഇട്ട് കൊടുക്കാവോ? അതായത് എക്സിന് നിങ്ങൾ 0 ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഈ ഒരു ഇക്വേഷൻ എടുക്കുക. 2u - x + 3 = 0 എടുത്തു. നിങ്ങൾ എക്സിന് 0 ഇട്ടാൽ യു എത്രയാണെന്നും അതേപോലെ എക്സിന് 1 ഇട്ട് കൊടുത്താൽ യു എത്രയാണെന്നും ഒന്ന് പറയാവോ? എക്സിന് 0 ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇവിടെ എക്സിന് 0 ഇട്ട് കൊടുത്തു. ഓക്കെ. അപ്പൊ യുവിന്റെ വാല്യൂ ഒന്ന് പറയാമോ? യെസ്. എടാ ഒറ്റയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യണേ. കാൽക്കുലേറ്റർ വേണം, അടുത്ത പേപ്പർ വേണം, പെന്ന് വേണം, എല്ലാം വേണേ. യെസ്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു എത്ര വരും ഒന്ന് കണ്ടുപിടിച്ച് പറ.
എക്സിന് 0 കൊടുക്കുക. അപ്പൊ 2u പ്ലസ് 3 ഇസ് ഇക്വൽ ടു 0 വരും അല്ലേ? യെസ്, 2u ഇസ് ഇക്വൽ ടു -3 വരും. u ഇസ് ഇക്വൽ ടു -3/2 -1.5 ആണോ? എടാ നിങ്ങൾ ചാറ്റ് ബോക്സിലും കൂടി ഒന്ന് ഇടയ്ക്ക് റിപ്ലൈ ചെയ്യണേ. യെസ്, -1.5 അല്ലേ? ക്ലിയർ ആണോ? യെസ്, ഇനി എക്സിന്റെ വാല്യൂ ഒന്ന് കൂട്ടി നോക്കിയേ. എക്സിന്റെ വാല്യൂ ഒന്ന് കൂട്ടി നോക്കുക. യെസ്, എക്സിന്റെ വാല്യൂ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക? എന്താ 2u -1 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0. അതായത് 2u -1 പ്ലസ് 3 എന്ന് പറയുമ്പോൾ പ്ലസ് സോറി -1 പ്ലസ് 3 എന്ന് പറയുമ്പോൾ +2 അല്ലെ, ഈക്വൽ ടു 0. സോ 2u ഇസ് ഈക്വൽ ടു -2, u ഇസ് ഈക്വൽ ടു -2/2 ഇസ് ഈക്വൽ ടു -1. ക്ലിയർ ആണോ? യെസ്. അപ്പൊ u എത്രയായി? -1 ആയി. എടാ ഇത് ആരുടെ എഴുതുന്നേ? അഫ്രീനെ? യെസ്, പേപ്പറിൽ എഴുതല്ലേ? മീൻസ് സ്ക്രീനിലൊന്നും ചെയ്യല്ലേ? അതാ വായിക്കും. എക്സ് 1 ആവുമ്പോൾ u -1 ആ. ഓക്കെ, എക്സ് 0 ആവുമ്പോൾ u -1.5 ആ. എടാ നോക്കിയിട്ട് നിങ്ങൾ പറ, എക്സ് കൂടുമ്പോൾ u എന്താവുന്നുണ്ട് ഇവിടെ? എക്സ് കൂടുമ്പോൾ u എന്താവുന്നുണ്ട്? കൂടുന്നില്ലേ? അല്ലേ? എക്സ് കൂടി, ഇതാ യു 0 ന്ന് 1 എത്തി. അപ്പൊ യു എന്ത് സംഭവിച്ചു? -1.5 -1 വന്നു. യെസ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഓക്കെ, എക്സ് കൂടുമ്പോൾ യുവും കൂടുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് പറയാം യു ഈസ് ഓൾസോ ഇൻക്രീസിങ് എക്സ് കൂടുമ്പോൾ അല്ലെ. സോ എക്സും യുവും തമ്മിൽ എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള കോറിലേഷനാണ്. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ. 2u - x + 3 = 0 ആണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഇവിടെയുള്ള നമ്പേഴ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. നമ്പേഴ്സ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നറിയോ? യു ഈക്വൽ ടു എക്സ് മോഡൽ കിട്ടും. ഇങ്ങനെ കിട്ടിയാൽ ആ നെഗറ്റീവ് ഒന്നും കളയല്ലേ. ഇവിടെ -x ഉള്ള അപ്പുറം പോകുമ്പോൾ എക്സ് ആവും. സോ യു ഈസ് ഈക്വൽ ടു എക്സ് എന്നുള്ള രീതിയിൽ കിട്ടും. ഇവിടെ 3 എന്നുള്ള നമ്പർ ഞാൻ കട്ട് ചെയ്തു, 2 എന്നുള്ള നമ്പർ കട്ട് ചെയ്തു. ഇവിടെ മൈനസ് ഫിഗർ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യരുത് കേട്ടോ. സോ 3 കട്ട് ചെയ്തു, ഒറിജിനൽ കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യരുത്. യുവിന്റെ അടുത്തുള്ളതും എക്സിന്റെ അടുത്തുള്ളതും ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. സോ നോക്ക്, ഞാൻ എന്ത് ചെയ്തു? 2 കട്ട് ചെയ്തു, 3 കട്ട് ചെയ്തു. സോ യു ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. അതായത് യു കൂടുന്നതിനനുസരിച്ചിട്ട് എക്സ് കൂടുന്നുള്ളതാണ് ഇതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്ന് മനസ്സിലാവും. ക്ലിയർ? അപ്പൊ അതേപോലെ ഇപ്പൊ ഇവിടെ നോക്കുക. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ -2 പോയി. ഓക്കെ, അപ്പൊ 3v ഇസ് ഈക്വൽ ടു -y എന്നുള്ള രീതിയിൽ വരും അല്ലേ? 3v ഇസ് ഈക്വൽ ടു -y എന്നുള്ള രീതിയിൽ വരും. അപ്പൊ ഈ നമ്പർ കട്ട് ചെയ്താൽ v ഇസ് ഈക്വൽ ടു -y മോഡലാണ് വരുന്നത്. അപ്പൊ ഇത് മനസ്സിലാവുന്ന എന്താണെന്ന് അറിയോ? നിങ്ങൾ വിന്റെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂ കുറയുന്ന അർത്ഥം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ വൈയും വിയും എന്ത് ഡയറക്ഷനാണ് വരുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനാ. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കുന്ന പോയിന്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ 0.6 ആണ് അല്ലെ. സോ പോസിറ്റീവ് കോറിലേഷൻ ആണ് 0.6. ക്ലിയർ? അപ്പോൾ എക്സും വൈയും നമ്മൾ മുകളിലോട്ടേക്ക് ഇട്ടു. എക്സ് കൂടുമ്പോൾ വൈയും കൂടി എന്ന് പറഞ്ഞിട്ട് എടുത്തു. ഓക്കെ, അടുത്തത് ഈ ഒരു ഇക്വേഷൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി യു കൂടുന്നതിനനുസരിച്ച് എക്സ് കൂടുന്നുണ്ട്. അതുകൊണ്ട് എക്സും യുവും തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ ആണ്, പെർഫെക്റ്റ് പോസിറ്റീവ് ആണ്. ഇങ്ങനെ ഒരു സംഭവം തരുന്ന സമയത്തുണ്ടല്ലോ, യുവും എക്സും തമ്മിൽ പെർഫെക്റ്റ് പോസിറ്റീവ് ആണ്. അതായത് വാട്ട് ഈസ് ആർ എക്സ് യു എന്ന് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ വാട്ട് ഈസ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ്? 1 ആണ്. ക്ലിയർ ആണോ? യെസ്, ആർ എക്സ് യു. അതേപോലെ ഇവിടെ വിയും വൈയും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ മൂവ്മെന്റ് ആ അല്ലെ. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ്മെന്റ് ആണെങ്കിൽ വിയും വൈയും സെയിം ലൈനിലുള്ള ഇക്വേഷൻ ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആർ വൈ വി. സോ ആർ വൈയും വിയും തമ്മിൽ നെഗറ്റീവ് കോറിലേഷൻ ആണ്. സോ ഇത് ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയതുകൊണ്ട് ഇത് -1 ആണ്. സോ ക്വസ്റ്റ്യൻ ഇത് കിട്ടി, ഇത് കിട്ടി. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ ആർ യു വൈ ആണ്, ആർ യു വി ആണ് ചോദിച്ചത്. ഓക്കെ, സോ ശ്രദ്ധിക്കണം മക്കളെ. സെയിം ഇക്വേഷനുള്ള രണ്ടെണ്ണം ചോദിച്ചാൽ 1 വരുന്നുണ്ട്, അല്ലെങ്കിൽ -1 വരുന്നുണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് സൈഡിലെ ഇക്വേഷൻസ് തമ്മിൽ ചോദിച്ചാൽ യു വി അല്ലെങ്കിൽ എക്സ് വൈ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ പഠിച്ച സാധനം ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഒറിജിൻ, നോട്ട് അഫക്റ്റഡ് ബൈ സ്കെയിൽ എന്നുള്ളത് അപ്ലൈ ചെയ്യണം. അതായത് ഒറിജിനും സ്കെയിലും ഒന്നും അഫക്ട് ചെയ്യില്ല. ഇവിടെ സൈൻ മാത്രമേ മാറാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ എങ്ങനെ മനസ്സിലാക്കുക സൈൻ മാറിയോന്ന്? ഇവിടെ യുവിന്റെ ഡയറക്ഷനും വിന്റെ ഡയറക്ഷനും ഒന്ന് ചെക്ക് ചെയ്യാം. യു കൂടുന്നതിനനുസരിച്ച് വി എന്താവുന്നുണ്ട്? കുറയുന്നുണ്ട്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ വരുന്നത് യുവും വിയും. അതുകൊണ്ട് നെഗറ്റീവ് കോറിലേഷൻ ആണ്. യുവും വിയും എന്ത് കോറിലേഷൻ ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ഫൈനൽ ആൻസർ വിൽ ബി നെഗറ്റീവ്. ക്വസ്റ്റ്യനിൽ തന്ന സാധനം തന്നെ നെഗറ്റീവ് ആയിരിക്കും ആൻസർ. ഓക്കെ ആണോ? സോ -0.6 ആണ് ആൻസർ. സെറ്റ് അല്ലേ? ആക്ച്വലി ഐ ഡിസ്കസ് ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണോ? യെസ്. സോ സ്റ്റാറ്റിസ്റ്റിക്സ്
ഇതിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. സെയിം ഇതിങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റണം കേട്ടോ. സോൾവ് ചെയ്യാൻ പറ്റണം. സോ എക്സും വൈയും തമ്മിലുള്ള ഡയറക്ഷൻ എന്താ? പോസിറ്റീവ് കോറിലേഷൻ. നോക്ക്, കോറിലേഷൻ കോഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് പോസിറ്റീവ് കോറിലേഷൻ 0.6. സോ എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ കൂടി. ഓക്കെ, സോ യുവും എക്സും നമ്മളിപ്പോൾ ഇതേപോലെ വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എക്സ് കൂടുന്നതിനനുസരിച്ചിട്ട് യുവിന്റെ വാല്യൂ കൂടുന്നുണ്ട് അല്ലേ. സോ എക്സ് കൂടുന്നു, യുവും കൂടുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, അതേപോലെ ഇവിടെ നോക്കുന്ന സമയത്ത് ഇതേപോലെ നിങ്ങൾ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെന്ന്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ഞാൻ ഇങ്ങനെ കാണിച്ചതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യുവും വിയും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് കണ്ടു. സോ അതുകൊണ്ട് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. ഓക്കെ, സോ നെഗറ്റീവ് മീൻസ് ഫൈനൽ ക്വസ്റ്റ്യന്റെ തന്ന വാല്യൂ എടുത്തിട്ട് 0.6 ആണോ മൈനസ് എന്ത് വേണമെങ്കിലും തന്നോട്ടെ ക്വസ്റ്റ്യനിൽ, ആ സാധനത്തിന് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? യെസ്, നെഗറ്റീവ് ഈ നമ്പർ. ഓക്കെ, നെഗറ്റീവ് ഈ ഒരു നമ്പർ. ക്ലിയർ ആണോ? യെസ്, ഇവിടെ ഇപ്പോൾ -0.6 വന്നു. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തിനു വരും? -0.6 തന്നെ വരും. പോസിറ്റീവ് അങ്ങനെ തന്നെ വരും. മനസ്സിലായോ? അതായത് നിങ്ങൾ നോക്കേണ്ട നമ്പർ മാത്രം, സൈൻ അല്ല. നെഗറ്റീവ് ഈ ഒരു നമ്പർ എടുക്കുക, ആൻസർ വിൽ ബി ഇങ്ങനെ. കോറിലേഷൻ കോഫിഷ്യന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടെ 0.6 ആണോ -0.6 ആണോ എന്ത് വേണമെങ്കിലും തന്നോട്ടെ. അപ്പൊ ആൻസർ വിൽ ബി ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണേ ആവുള്ളൂ അല്ലെ. അതിന്റെ സൈൻ ഡിസൈഡ് ആവാൻ ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ ഡൺ. യെസ്, അടുത്തതിലോട്ട് പോവാം. കോറിലേഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ? യെസ്, എടാ ഓക്കെ ആണോ ഒന്ന് പറയോ? ഇപ്പൊ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായോ? യെസ്, സോ പഠിച്ച സ്റ്റുഡൻസിന് ഓക്കെയാണ് അല്ലെ. തീരെ പഠിക്കാത്ത സ്റ്റുഡൻസിന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 40 സ്കോർ ചെയ്യണ്ടേ? യെസ്, സോ വായിക്ക്. വാട്ട് അബൌട്ട് 98th ക്വസ്റ്റ്യൻ? 98th ക്വസ്റ്റ്യൻ വായിച്ചേ. ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ഇസ് ഡിഫൈൻഡ് ആസ് ഡാഷ് ഇൻഡെക്സ് ആൻഡ് ഡാഷ് ഓഫ് പാസ്കേസും ലാസ്പേസും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇവര് കറക്റ്റ് ഉദ്ദേശിച്ച സംഭവം മനസ്സിലായി. ലൈക്ക് ജി എം ആണോ എച്ച് എം ആണോ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് എന്തോ സെന്റൻസിന്റെ ഒരു മിസ്റ്റേക്ക് വന്ന ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ജി എം അല്ലേ വരണ്ടേ? ജി എം ആ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതേപോലെ എ എം പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? എ എം പഠിച്ചിട്ടില്ല. എന്താ എ എം വരുന്നത്? എ എം ഓഫ് എ എം ഓഫ് പാസ്കേ ആൻഡ് ലാസ്പേസ്. അതിനെന്താ പറയുന്നത്? എ എം ഓഫ് പാസ്കേസ് ആൻഡ് ലാസ്പേസ് എന്താ പറയുന്നത്? പഠിച്ചിട്ടുണ്ട്. എന്റെ ഒരു പേര് പഠിച്ചിട്ടുണ്ട്, പറ. കറക്റ്റ് ആണോ നോക്കട്ടെ. ബൗളീസ് ഇൻഡെക്സ് നമ്പർ അല്ലെ? ബൗളീസ് ഇൻഡെക്സ് നമ്പർ. ബൗളീസ് ഇൻഡെക്സ് നമ്പർ ക്ലിയർ അല്ലേ? സോ എ എം ഓഫ് പാസ്കേസ് ആൻഡ് ലാസ്പേസ് ഇസ് നോൺ ആസ് ബൗളീസ് ഇൻഡെക്സ് നമ്പർ. സെറ്റ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. യെസ്, സോ നെക്സ്റ്റ് റെഡി? 3 ക്വസ്റ്റ്യൻ ഓക്കെ ആണ് അല്ലെ? 3 അല്ല, കുറെ ക്വസ്റ്റ്യൻ ആയി, എന്നാലും നമുക്ക് ഇതിലെ 3 ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, അടുത്തത് റീഡ് ക്വസ്റ്റ്യൻ നമ്പർ 97. വായിച്ചു നോക്കി എല്ലാവരും. വായിച്ചു നോക്കിയേ. Yes, the coefficient of rank correlation in a beauty contest of 10 candidates by 2 judges A and B was found to be 0.5. Okay. So, topic ഏതാന്ന് മനസ്സിലായോ? റാങ്ക് കോറിലേഷൻ. യെസ്, അപ്പൊ മൈൻഡ് ഏതിലോട്ട് പോകണം? കോറിലേഷൻ എന്നുള്ള ചാപ്റ്ററിലേക്ക് പോകണം അല്ലെ? കോഎഫിഷ്യന്റ് ഓഫ് റാങ്ക് കോറിലേഷൻ ഇൻ എ ബ്യൂട്ടി കോntest ഓഫ് 10 candidates by 2 judges A and B was found to be 0.5. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എടുത്തപ്പോ റാങ്ക് കോറിലേഷൻ അവർ കാൽക്കുലേറ്റ് ചെയ്തപ്പോ എത്രയാ കണ്ടേ? 0.5 ആണ് കണ്ടേ. ഓക്കെ, ഇഫ് ഇറ്റ് വാസ് ലേറ്റർ ഡിസ്കവേർഡ് ദാറ്റ് the difference in rank of one candidate was wrongly taken as 3 instead of 7, the corrected coefficient of correlation is dash. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള കോറിലേഷൻ കോഫിഷ്യന്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. കോറിലേഷൻ കോഫിഷ്യന്റ്, അതായത് റാങ്ക് കോറിലേഷൻ കോഫിഷ്യന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ഇതാണ്. 1 - 6 സിഗ്മ ഡി സ്ക്വയർ ബൈ n into n square minus 1. Okay, അല്ലേ? It's 1 - 6 sigma d square divided by n into n square minus 1. Okay, so ഇവിടെ ഇവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ റാങ്ക്, അതായത് ഡി അവരെടുക്കുന്ന സമയത്ത് wrongly taken as 3 instead of 7.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 എടുക്കുന്നതിന് പകരം അവരെന്തെടുത്തു 3 എടുത്തു എന്നാ പറയുന്നത്. ക്ലിയർ അല്ലേ? 7 എടുക്കുന്നതിന് പകരം അവർ 3 എടുത്തിട്ടാ ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് റോങ് ആയിട്ടുള്ള ഒരു സിഗ്മ ഡി സ്കോർ കിട്ടിയിട്ടുണ്ടാവും. സിഗ്മ ഡി സ്കോർ റോങ് ആണെങ്കിൽ അതിനനുസരിച്ച് കിട്ടിയ R എന്തായിരിക്കും? റോങ് ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടിയ റോങ് ആയിട്ടുള്ള സിഗ്മ ഡി സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ? നോക്ക്, ഇവർക്ക് കിട്ടിയ റോങ് ആയിട്ടുള്ള R എന്ന് പറഞ്ഞാൽ 0.5 ആ. അപ്പൊ ഇത് കിട്ടിയിട്ടുണ്ടാവുക 6 ടൈംസ് റോങ് ആയിട്ടുള്ള സിഗ്മ ഡി സ്ക്വയർ വെച്ചിട്ട് n×n²-1 വെച്ചിട്ടായിരിക്കും ഇവർ സോൾവ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ? അപ്പൊ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 0.5 ഇപ്പുറം വരും. ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ 6 ടൈംസ് റോങ് സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ ഈ ഒരു ഫുൾ പോർഷനെ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് എടുക്കാം. സോ അങ്ങനെ വരുമ്പോൾ n×n²-1, n എത്രയാ? 10 കാൻഡിഡേറ്റ്സ് ആ അല്ലെ? സോ 10×10² വരും കേട്ടോ. ഇനി ഈ 1 അവിടെ ഉണ്ട്, ഈ 0.5 അപ്പുറം പോകുമ്പോൾ -0.5 വരും. സോ ഇത് ഫർദർ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ 0.5 കിട്ടി. ഇത് 10² - 1 99 × 10 990. 990 × 0.5 നിങ്ങൾ എത്രയാ വരുന്നതെന്ന് പറഞ്ഞേ? 6 ടൈംസ് റോങ് സിഗ്മ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 990 × 0.5 എത്രയാ? എടാ ഇത് 990 അല്ലേ? × 0.5 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും. 990 × 0.5 എത്രയാ? യെസ്, 495 അല്ലേ? കറക്റ്റ്. സോ 495 കിട്ടി. ആ 495 കിട്ടിയാൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ? റോങ് സിഗ്മ ഡി സ്ക്വയർ കണ്ടുകൂടെ? എത്രയാ റോങ് സിഗ്മ ഡി സ്ക്വയർ വരുന്നത്? 495/6 ആണോ? യെസ്, ഒന്ന് ഡിവൈഡ് ചെയ്താൽ എത്രയാ വരുന്നത്? 495/6 82.5. സോ ഇതാണ് ഇവർക്ക് കിട്ടിയ റോങ് ആയിട്ടുള്ള സിഗ്മ ഡി സ്ക്വയർ. ക്ലിയർ അല്ലേ? യാ. സോ റോങ് ആയിട്ടുള്ള സിഗ്മ ഡി സ്ക്വയർ കിട്ടിയാൽ അടുത്ത് നിങ്ങൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? റോങ് സിഗ്മ ഡി സ്ക്വയർന്ന് കറക്റ്റ് ചെയ്യണം അല്ലെ? അപ്പൊ ഇവരെന്താ ചെയ്തെന്ന് നോക്ക്. റോങ്ലി ടേക്കൺ ആസ് 3 ഇൻസ്റ്റെഡ് ഓഫ് 7 ആ പറഞ്ഞേ അല്ലെ? അപ്പൊ ഇതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്യാൻ നോക്ക്. കറക്റ്റ് ആയിട്ടുള്ള സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റോങ് ആയിട്ടുള്ളത് 82.5. അപ്പൊ ഇത് എടുക്കുന്ന സമയത്ത് ഇവര് 3 സ്ക്വയർ ആണ് എടുത്തിട്ടുണ്ടാവുക. മനസ്സിലായോ? 3 സ്ക്വയർ എടുത്തിട്ടുണ്ടാവും. 7 സ്ക്വയർ എടുക്കേണ്ട സ്ഥാനത്ത് 3 സ്ക്വയർ എടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 3 സ്ക്വയർ ഒഴിവാക്കിയിട്ട് 7 സ്ക്വയർ ആഡ് ചെയ്യും. അപ്പൊ എത്ര വരുന്നു എന്ന് പറഞ്ഞേ? എത്രയാ? 122.5 ആണോ? 122.5. ഓക്കെ. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള R കണ്ടുപിടിക്കണം അല്ലെ? സോ കറക്റ്റ് ആയിട്ടുള്ള R കണ്ടുപിടിക്കാൻ R ഇസ് ഈക്വൽ ടു 1 - 6 ടൈംസ് 122.5 ഡിവൈഡഡ് ബൈ നമുക്ക് നേരത്തെ കിട്ടിയ അതേ 990. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്താൽ എത്രയാ വരിക? യെസ്, 0.26 ആണോ? ചെക്ക് ചെയ്തോ. 0.26 ആണോ വരുന്നത്? 1 - സംതിങ് വരുന്നുണ്ട്. ലാസ്റ്റ് 0.25 സംതിങ് ഒക്കെ വരുന്നുണ്ട്. സോ അപ്രോക്സിമേറ്റ്ലി ആൻസർ ഈസ് 0.26. സെറ്റ് അല്ലേ? ഓക്കെ, ക്ലിയർ? യെസ്, ഗുഡ് ഗുഡ് ഗുഡ്. അടുത്തതിലോട്ട് പോവാം. ഓക്കെ, യാ. അപ്പൊ എനിക്ക് ഒരു എന്താ പറയാ, ഒരാളൊരു സപ്പോർട്ട് വേണം. വോയിസ് എന്താ പറയാ, അമനല്ലേ ഇവിടെ? അമന ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? അമന കേൾക്കുന്നുണ്ടോ? വോയിസ് ഓഡിബിൾ അല്ലേ? ജസ്റ്റ് ഒന്ന് ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ഞാൻ പറയുമ്പോൾ നീ ഒന്ന് പറഞ്ഞാൽ മതി. ബാക്കിയുള്ളവർ ജസ്റ്റ് മെസ്സേജിലെ ടൈപ്പ് ചെയ്തോട്ടെ. ഇപ്പൊ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി. നമുക്ക് ക്ലാസ് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന പോലെ. സോ ആ ഒരു ആക്റ്റീവ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഇപ്പൊ നോക്കാം മക്കളെ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 96ാമത്തെ ക്വസ്റ്റിനാണ്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് നോക്ക്. ഇഫ് ദ ഫസ്റ്റ് ക്വാർട്ടൈൽ അല്ലെ? ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ Q1 എന്നുള്ളത് നമുക്കറിയാം അല്ലെ? ആൻഡ് Q3 തേർഡ് ക്വാർട്ടൈൽ തന്നിട്ടുണ്ട് Q3 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ
ഡിസ്ട്രിബ്യൂഷന്റെ വാല്യൂസ് ആണ് പറഞ്ഞത്. Q1ഉം Q3യും തന്നിട്ടുണ്ട്. എത്രയാ 22 28 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മീഡിയൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, എടാ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചതല്ലേ, കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ, ഏതാ പഠിച്ചത് അങ്ങനെ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ അങ്ങനെ പഠിച്ചിട്ടില്ലേ? മന ഇല്ല ഇവിടെ. നീ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ നിൽക്കുക, എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് കണ്ടിന്യൂസ് അല്ലെ? അപ്പൊ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇത് ബെൽ ഷേപ്പ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ബെല്ല് ഷേപ്പ് അല്ലേ, ബെല്ലിന്റെ ഷേപ്പാന്ന് പഠിച്ചിട്ടുണ്ട്. കറക്റ്റ്. അപ്പൊ ഇവിടെ Q1 ഉണ്ടാവും, ഇവിടെ Q2 ഉണ്ടാവും, ഇവിടെ Q3 വരും അല്ലെ? യെസ്, ഈ Q2നെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മീഡിയം എന്ന് വിളിക്കുന്നത്. Q2നെ തന്നെയാണ് മീഡിയം എന്ന് വിളിക്കുക. അപ്പൊ കറക്റ്റ് ഡിസ്റ്റന്റ് ആയിരിക്കും ഈ ഒരു ഗ്യാപ്പിൽ ഉണ്ടാവുക അല്ലെ? യെസ്, Q1ന്റെ ഇക്വേഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? Q1ന്റെ ഇക്വേഷൻ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? അവന ഇക്വേഷൻ ഓർമ്മയുണ്ടോ? 0.675 0.675 സിഗ്മ. ഇത് QDയുടെ ഇക്വേഷൻ അല്ലേ അല്ലെ? QD QD ഇത് QDയുടെ ഇക്വേഷനാ. MD പഠിച്ചിട്ടുണ്ടാവും അല്ലെ? MD എന്തായിരുന്നു? 0.8 സിഗ്മ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ? യെസ്. അപ്പൊ ചോദിക്കുന്നത് Q1 എന്താന്നാ? Q1 എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവിടെ മിഡിലായിട്ടുള്ള മ്യൂ ഉണ്ട്. അപ്പൊ മ്യൂവിൽ നിന്നും എന്ത് കുറച്ചാലാണ് QD കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? Q1 കിട്ടും. അങ്ങനെ പഠിച്ചിട്ടില്ലേ അല്ലെ? ഈ കറക്റ്റ് ആയിട്ടുള്ള മ്യൂവിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസ് QD ആണ്. QD കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? Q1 കിട്ടും. ഓക്കെ, അതേപോലെ മ്യൂ പ്ലസ് QD അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? Q3 കിട്ടും. ഓക്കെ, അപ്പൊ ഇത് രണ്ടിന്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ടെന്ന് നോക്കാം. മ്യൂ മൈനസ് QD ഇവർ എത്രയാ പറഞ്ഞിട്ടുള്ളത്? 22 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മ്യൂ പ്ലസ് QD ഇവര് 28 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ചോദ്യം ചോദിക്കുന്നത് വാട്ട് ഈസ് മീഡിയൻ ആ. മീഡിയൻ തന്നെയാണ് ഇവിടെ മ്യൂ ഒക്കെ അല്ലെ? മ്യൂ ആണെങ്കിലും മീൻ ആണെങ്കിലും മോഡ് ആണെങ്കിലും ഒക്കെ എന്താണ്? മീഡിയൻ തന്നെയാണ്. മീൻ അത് തന്നെയാ, നടുക്കുള്ള സാധനം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇക്വേഷൻ 1ഉം 2ഉം ഒന്ന് ആഡ് ചെയ്യുക. 1 + 2 ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മ്യൂ പ്ലസ് മ്യൂ എത്രയാ? അങ്ങനെ പറ. മ്യൂ പ്ലസ് മ്യൂ അല്ലേ? 2 മ്യൂ അല്ലേ? യെസ്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പ്രശ്നം ഉണ്ടാവും അമ്മന? വോയിസ് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ, ഞാൻ ഇന്ററാക്ഷൻ മോഡലിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. നിനക്ക് അറിയില്ല ഇല്ല കേട്ടോ. നിനക്ക് എന്തെങ്കിലും ടോപ്പിക് അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് പറഞ്ഞുതരാം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ മ്യൂ പ്ലസ് മ്യൂ എന്താ? 2 മ്യൂ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ മൈനസ് QD ഉണ്ട്. അവിടുന്ന് പിന്നെ ഒരു മൈനസ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്ക്, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറയാം. ഇവിടെ രണ്ടെണ്ണം കൂടിയിട്ട് ആഡ് ചെയ്യുക. അപ്പൊ മ്യൂ പ്ലസ് മ്യൂ 2 മ്യൂ കിട്ടി. ഇനി അടുത്തത് മൈനസ് QD പ്ലസ് QD അടിക്കുന്ന സമയത്ത് അവിടെ എന്താ കിട്ടുക? മൈനസ് QDന്റെ കൂടെ പ്ലസ് QD അടിച്ചാൽ എന്താ കിട്ടുക? 0 അല്ലേ വരിക അല്ലെ? മൈനസ് QD പ്ലസ് 0. ഇനി ഇവിടെ Q1ഉം Q3 അതായത് 22 28 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 50 കിട്ടും. ഓക്കെ, അപ്പൊ 2 മ്യൂ എത്ര വരും? 50 വരും അല്ലെ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മ്യൂ എത്ര വരും? 50 ഡിവൈഡഡ് ബൈ 2. ആൻസർ എത്രയാ? 25. സോ ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ മ്യൂ അല്ലെ? സോ മ്യൂ കിട്ടി. ഇവിടെ കണ്ടോ Q1 കിട്ടി, Q3 കിട്ടി. ഓക്കെ, ഇനി MDയുടെ ഇക്വേഷൻ ഓൾറെഡി പഠിച്ചതല്ലേ? ഓർമ്മയുണ്ടോ? MDയുടെ ഇക്വേഷൻ എന്തായിരുന്നു? 0.8 സിഗ്മ അല്ലെ? സിഗ്മ. ഓക്കെ, ഇവിടെ QD എത്രയാന്ന് പറയാൻ പറ്റുമോ? നോക്ക്, ഇത് നോക്കി QD എത്രയാന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ QD? ഇവിടെ കറക്റ്റ് ആയിട്ട് ഇത് 25 അല്ലേ? ഇത് 25 ആ. ഇവിടെ 22ഉം ഇപ്പുറത്ത് 28ഉം ആണല്ലേ? വാട്ട് ഈസ് QD? ഈ ഒരു ഡിസ്റ്റൻസിനാണ് QD എന്ന് പറയുന്നത്. QD എത്ര വരും? നമ്മൾ നോക്കിയിട്ട് പറഞ്ഞേ. QD എത്രയാ? ഈ ഒരു ഡിസ്റ്റൻസാ, അത്രേ ഉള്ളൂ. 3 അല്ലേ? 25 മൈനസ് 22 എത്രയാ? 3 കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസിനാണ് QD എന്ന് പറയുന്നത്. അപ്പുറത്താണെങ്കിൽ അതേപോലെ. സോ 3 ആണ് QD വരിക. QD ഈസ് ഈക്വൽ ടു 3 വരും.
അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സിഗ്മ കണ്ടുപിടിച്ചൂടെ? യെസ്, അതായത് 0.675 സിഗ്മയാണ് ഇവര് പറഞ്ഞ 3. ക്ലിയർ ആണോ? QD. അപ്പൊ സിഗ്മ എത്ര കിട്ടും? 3 ഡിവൈഡഡ് ബൈ 0.675 എന്ന് പറഞ്ഞിട്ട് അടിച്ചാൽ കിട്ടും. എത്ര കിട്ടുന്നെന്ന് പറഞ്ഞേ? 3 ഡിവൈഡഡ് ബൈ 0.675 4.44 കിട്ടി. ഇതാണ് സിഗ്മ വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ക്വസ്റ്റ്യനിൽ ഇപ്പൊ MD ചോദിച്ചു കഴിഞ്ഞാൽ MD എങ്ങനെയാ കണ്ടുപിടിക്കുക? MD is equal to 0.8 into 4.4444 സംതിങ് ആ അല്ലെ? സോ 0.8 into 4444 എത്രയാ വരുന്നത്? 3.56. അപ്പൊ ഇങ്ങനെയാണ് പലപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ST 4.44 കിട്ടി, അത് വെച്ചിട്ട് നമുക്ക് MD കിട്ടി, ഓൾറെഡി QD കിട്ടി, മ്യൂ കിട്ടി. ക്ലിയർ അല്ലേ? സോ ഇതൊക്കെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ, എന്ത് വേണേലും അവർക്ക് ചോദിച്ചൂടെ? കറക്റ്റ്. ഇനി ഇതിൽ തന്നെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞ് പഠിച്ചത് ഓർമ്മയുണ്ടോ? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ട്. യെസ്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? മ്യൂ മൈനസ് സിഗ്മ മ്യൂ പ്ലസ് സിഗ്മ എന്ന് പറഞ്ഞിട്ട് പഠിച്ചില്ലേ? സോ ഇവിടുന്ന് നമുക്ക് മ്യൂ മൈനസ് സിഗ്മയും മ്യൂ പ്ലസ് സിഗ്മയും ചെയ്താൽ എന്ത് കിട്ടും? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ കവറായി കേട്ടോ. എന്തൊക്കെയാ പറയുന്നത്? 1 QD 0.675 സിഗ്മ, 2 MD 0.8 സിഗ്മ അല്ലെ? ഇവിടെ മീൻ, മീഡിയൻ, മോഡ് എല്ലാം കറക്റ്റ് നടുക്ക് തന്നെ വരുന്നത്. ഓക്കെ അല്ലെ? യെസ്. ഇതിന്റെ ഷേപ്പ് കണ്ടോ? ബെൽ ഷേപ്പ്, കണ്ടിന്യൂസ് ആണ് അല്ലെ? സോ ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? QD എന്ന് പറയുന്നത് അല്ലെ? 25 22 നമ്മുടെ ഡിഫറൻസ്, അതായത് നമ്മൾ കറക്റ്റ് ഉള്ള മീഡിയനും അതൊന്ന് Q1 തമ്മിലുള്ള ഡിഫറൻസ്. മ്യൂ മൈനസ് QD അല്ലേ Q1, അപ്പൊ ഡിഫറൻസ് എന്താ? QD ആ വരുന്നത്. ഓക്കെ. യെസ്. പിന്നെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടേണിങ് കണ്ടോ? ഒരു കോൺകേവ് മെല്ലെ കോൺവെക്സിലോട്ടും കോൺവെക്സ് കോൺകേവിലോട്ടും ഇങ്ങനെ ഒരു ടേണിങ് മാറുന്നുണ്ട്. അപ്പൊ ആ ഒരു ടേണിങ് മാറുന്ന ഒരു പോയിന്റിലാണ് എന്ത് പറയുന്നത്? മ്യൂ മൈനസ് സിഗ്മ മ്യൂ പ്ലസ് സിഗ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ പഠിക്കാറ്. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഓക്കെ, സെറ്റ്, ക്ലിയർ. ഓക്കെ, ഡൺ. അപ്പൊ വി ഹാവ് കംപ്ലീറ്റഡ് 5 ക്വസ്റ്റ്യൻസ്. ഇതിലെ 5 ക്വസ്റ്റ്യൻസ് പക്ഷെ ഓൾമോസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ഓളം ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇങ്ങനെ പോവാണോ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പോകണോ അല്ല ഇതിലുള്ള ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്ത് പോകണം? എന്തായിരിക്കും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നത്? ഇതുപോലെ പോകണോ? അപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കിട്ടുന്നില്ലേ? ഇങ്ങനെ തന്നെ പോവാ അല്ലെ? സോ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് 5 ക്വസ്റ്റ്യൻ ആണെങ്കിലും 10-25 ക്വസ്റ്റ്യൻസ് പല ടോപ്പിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചെയ്തു പോകേണ്ടി വരും. ഓക്കെ, ഡൺ. അപ്പോ റെഡി? നെക്സ്റ്റ് വൺ റെഡി ആണോ മക്കളെ? അടുത്തത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ക്വസ്റ്റൻ ഉണ്ട്. ഇവിടെ പോയിസൺ എല്ലാം കണക്ട് വരുന്നുണ്ട് കേട്ടോ. ആകെ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസണാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന് മെജോറിറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്ത്. ഇനി ഇവിടെ ബൈനോമിയലിന്റെ 2 ക്വസ്റ്റൻ ഉണ്ട്. അതാകുമ്പോൾ ഒരുപാട് ബൈനോമിയൽ പഠിക്കും. പിന്നെ അതേപോലെ പോയിസൺ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് വിൽ ഗോ ടു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. യെസ്, സോ വായിച്ചു നോക്കി. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ 93 ആൻഡ് 94. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ n തന്നിട്ടുണ്ട്, പിയും തന്നിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ? യെസ്, ഇക്വേഷൻ അറിയില്ലേ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്താ? ഒമാന ഓർമ്മണ്ടാ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ NP അല്ലെ? ഓക്കെ, ഇനി ഞാൻ കുറച്ച് സമയം അമ്മാനൊന്ന് മാറ്റാം. അപർണ നീ വാ, നീ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത. കേൾക്കുന്നുണ്ടോ? ഓക്കെ സർ, കേൾക്കുന്നുണ്ട്. ഓക്കെ, സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ഈസ് ഈക്വൽ ടു NP അങ്ങനെ പഠിക്കണ്ട അല്ലെ? സോ NP എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 25 ഇൻറ്റു 0.2 എത്ര കിട്ടും? 5. ഓക്കെ, സോ ആൻസർ ഇസ് 5. ക്ലിയർ അല്ലേ? മീൻ ഇസ് ഈക്വൽ ടു 5. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഐഡിയ അറിയില്ല നമ്മളെ? വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഐഡിയ അറിയില്ല. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? NPQ അല്ലെ? കറക്റ്റ്, NPQ ഇട്ടിട്ട് കറക്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ NPQന്റെ ആൻസർ എന്താ വരുന്നത്? 25 ഉണ്ട്, 0.2 ഉണ്ട്. Q എത്ര വരുന്നത്? P 0.2 ആണെങ്കിൽ Q എത്ര വരും?
1 - 0.2 ആണ് Q വരുന്നത്. ഓക്കെ, അപ്പൊ 0.8 വരും അല്ലെ. സോ 0.8. സോ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക? 25 ഇൻറ്റു 0.2 ഇൻറ്റു 0.8 എത്രയാ? 4 അല്ലേ സർ? 4 വരും. ഓക്കെ, 4. യെസ്, സോ വേരിയൻസ് 4 കിട്ടി അല്ലെ. സോ NP5 കിട്ടി, വേരിയൻസ് 4 കിട്ടി. ഇനിയിപ്പോ ഇവിടെ ക്വസ്റ്റ്യനിൽ SD ചോദിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. SD എത്രയാ വരുന്നത്? √4 അല്ലെ. √4 എന്ന് പറയുമ്പോൾ 2 കിട്ടും. ക്ലിയർ അല്ലേ? യെസ്, സോ മീൻ കിട്ടി, അതേപോലെ വേരിയൻസ് കിട്ടി, SD കിട്ടി, റിലേറ്റഡ് കണ്ടന്റ് കിട്ടിയില്ലേ. ശരി, ഇനി നോക്കൂ മക്കളെ, ശ്രദ്ധിച്ചേട്ടോ. ഇതേ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മോഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? ഓർമ്മയുണ്ടോ പറഞ്ഞ മോഡ് കണ്ടുപിടിക്കേണ്ടത്? P ആണോ N+1 ഇൻറ്റു ഇൻറ്റു പി N+1 ഇൻറ്റു പി എന്നാ നമ്മൾ ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്, മോഡ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ N+1 ഇൻറ്റു പി എന്ന് ചെയ്യണം. അപ്പൊ ഇവിടെ N+1 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 26. 26 ഇൻറ്റു P. ഓക്കെ, പി 0.2 അപ്പൊ എത്ര കിട്ടുന്നത്? 5.2. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോയിന്റ് വാല്യൂ വന്നാലുണ്ടല്ലോ, നമ്മൾ ആ പോയിന്റ് ഒഴിവാക്കും. സോ മോഡ് ഇസ് ഇക്വൽ ടു 5 എന്ന് പറഞ്ഞു നിൽക്കും. ഓക്കെ അല്ലേ? ഈ ഒരു കേസിൽ നമ്മൾ നോൺ ഇന്റിജർ വന്നാൽ എന്തെടുത്താൽ മതി? ആ പോയിന്റ് ഒഴിവാക്കുക. ഓക്കെ അല്ലേ? ഇനി അഥവാ നേരെ മറിച്ചിട്ട് നമുക്കിപ്പോ സപ്പോസ് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും, 20 N ഇസ് ഇക്വൽ ടു 24 ആണെന്ന് വിചാരിക്കാം, P ഇസ് ഇക്വൽ ടു 0.2 ആണെന്ന് വിചാരിക്കും. അപ്പൊ ഈ കേസിൽ നമ്മൾ ഇതേപോലെ N+1 ഇൻറ്റു പി എന്ന് അടിക്കുമ്പോൾ നമുക്ക് 25 ഇൻറ്റു 0.2 എന്ത് കിട്ടും? 5 കിട്ടും. 5. ഓക്കെ, അപ്പൊ ഇത് ഇൻഡിജറാ അല്ലെ. ഇൻഡിജർ കിട്ടിയാൽ നിങ്ങൾക്ക് 2 ആൻസർ വരും. ആ നമ്പറും അതിന്റെ ബാക്കിലുള്ള ഒരു നമ്പറും ആയിരിക്കും വരും. ക്ലിയർ അല്ലേ? ആ നമ്പറും അതിന്റെ ബാക്കിലുള്ള നമ്പറും ആയിരിക്കും മോഡായിട്ട് കൺസിഡർ ചെയ്യുക. സെറ്റ് ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നോക്ക്, നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി? NP ഇസ് ഈക്വൽ ടു മീൻ, അത് മനസ്സിലായി. വേരിയൻസ് എന്ന് പറഞ്ഞാൽ NP എന്ന് പഠിച്ചു. SD എന്ന് പറഞ്ഞാൽ √NP എന്ന് പഠിച്ചു. ഇവിടെ നിങ്ങൾ നോക്കിയ വേരിയൻസ് മീനിനേക്കാളും എപ്പോഴും ചെറുതായിരിക്കും. കണ്ടോ? വേരിയൻസ് ലെസ് ദാൻ മീൻ ആയിരിക്കും. കണ്ടോ? വേരിയൻസ് ലെസ് ദാൻ മീൻ ആയിരിക്കും. ഓക്കെ, ഇനി ഇതൊക്കെ കണക്ട് ചെയ്യുക. ഇവിടെ നോക്ക്, നിങ്ങൾ എങ്ങനെയാണ് മോഡ് കണ്ടുപിടിക്കുക? മോഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് N+1 ഇൻറ്റു പി എന്ന് പറഞ്ഞിട്ട് ചെയ്യാം അല്ലെ. സോ ഇവിടെ 25 ഉണ്ട്, അപ്പൊ അതുകൊണ്ട് 26 ഇൻറ്റു 0.2 അടിച്ചപ്പോൾ 5.2 കിട്ടി. ഇത് നോൺ ഇന്റിജറാ. നോൺ ഇന്റിജർ ആണെങ്കിൽ നമുക്ക് ആൻസർ ആ പോയിന്റ് ഒഴിവാക്കിയ 5 കിട്ടും. അഥവാ ഇന്റിജർ ആണെങ്കിൽ ആ നമ്പറും അതൊന്നൊന്ന് കുറവായിരിക്കും കിട്ടുക. ക്ലിയർ അല്ലേ? യെസ്, ഇത്രയും ഓക്കെ ആണോ? അപ്പോ അടുത്തതിലോട്ട് പോവാ. റെഡി അല്ലേ? 93 നോക്കാം. 93 കഴിഞ്ഞിട്ട് നമുക്ക് 95 കിട്ടും. വായിച്ചു നോക്കിയ 93 ക്വസ്റ്റ്യൻ ബൈനോമിയൽ റിലേറ്റഡ് തന്നെയാ ക്വസ്റ്റ്യൻ. വായിച്ചു നോക്കാം. ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ദ മീൻ ഈസ് 10. ഓക്കെ, സോ മീൻ എത്രയാ പറഞ്ഞ? 10 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ആണെങ്കിൽ എങ്ങനെ n കണ്ടുപിടിക്കുക? അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം ഒന്ന് എഴുതി വെക്കാം. ഇപ്പൊ NP മീൻ ഇസ് ഇക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ NP അല്ലേ 10? അതെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് √NPQ3 എന്നല്ലേ? അതെ. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് NPQ? NPQ എന്ത് വരും? സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ 9 കിട്ടും. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. നോക്ക്, ഇത് NP ഉണ്ട്, ഇവിടെ NPQ ഉണ്ട്. നിങ്ങൾ ഇതൊന്ന് രണ്ടും ഡിവൈഡ് ചെയ്ത് കൊടുത്തു നോക്കുക അല്ലെ. NPQ ഡിവൈഡഡ് ബൈ NP അടിച്ചാല് നമുക്ക് അവിടെ Q കിട്ടും. അപ്പൊ NPQ ഓൾറെഡി 9 കിട്ടിയിട്ടുണ്ട്, NP 10 ഉണ്ട്. സോ 9/10 വരും. ഓക്കെ, സോ 9/10 എന്ന് പറഞ്ഞാൽ 0.9 ആയിരിക്കും എന്ത് വരുന്നത്? Q വരുന്നത്. അങ്ങനെയാണെങ്കിൽ P എത്ര ഉണ്ടാവാം? 0.1 വരൂലേ അല്ലെ. Q 0.9 ആണെങ്കിൽ P എത്ര വരും? 0.1. 1 വരും. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചത് മീന് 10 എന്നാ. മീന് 10 എന്ന് പറഞ്ഞാൽ NP ഇസ് ഇക്വൽ ടു 10 എന്നാ പറഞ്ഞത്. സോ N ഇൻറ്റു 0.1 ഇസ് ഇക്വൽ ടു 10 വരും. സോ N ഇസ് ഇക്വൽ ടു 10 ഡിവൈഡ് ബൈ 0.1. ആൻസർ എത്ര കിട്ടും? 100 കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മീൻ കണ്ടുപിടിക്കാൻ പോകും അല്ലെ. മീൻ ഓൾറെഡി തന്നിട്ടുണ്ട്. മോഡ് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. മോഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതേപോലെ ഒന്ന് നോക്കിയേ. മോഡ് എങ്ങനെ കണ്ടുപിടിക്കുക? N+1 ഇൻറ്റു പി ഇട്ട് ചെയ്താൽ പോരെ? യെസ്, ഇവിടെ N എത്രയാ? 100.
100 പ്ലസ് 1 ചെയ്യുമ്പോൾ 101 വരും. 101 ഇൻറ്റു പി 0.1. അപ്പൊ എത്ര കിട്ടുന്നത്? 10.1 ആണോ? 10.1 ആണ്. യെസ്. അപ്പൊ നോൺ ഇന്റിജർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ പോയിന്റ് ഒഴിവാക്കിയാൽ എന്താ കിട്ടുക? 10 കിട്ടും. ക്ലിയർ ആണോ? നോൺ ഇന്റിജർ ആയതുകൊണ്ട് പോയിന്റ് ഒഴിവാക്കുക, 10 കിട്ടും. സിറ്റ്. ഇത് ഓക്കെ ആണോ മക്കളെ? ആ, ഇവിടെയും കറണ്ട് പോയി. യെസ്. അടുത്തതിലോട്ട് പോവാ. റെഡി ആണോ? 95. ക്വസ്റ്റ്യൻ നമ്പർ 95. യെസ്. ശ്രദ്ധിച്ചോട്ടോ. വായിച്ചോക്കെ. 95. If x is a Poisson variate such that p of x equal to 1 equal to 0.3. ഒരു മിനിറ്റ്, കറണ്ട് പോയി പെട്ടെന്ന്. ഓക്കെ. സോ നോക്കാം, ശ്രദ്ധിച്ചോടാ. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 95. വായിച്ചോക്കെ ക്വസ്റ്റ്യൻ. Question number 95. വായിച്ചോക്ക്. If x is a Poisson variate such that p of x equal to 1 equal to 0.3. Okay, p of x equal to 1 equal to 0.3 and p of x equal to 2 equal to 0.2. Then p of x equal to 0 എത്രയാണെന്നാ ചോദിക്കുന്നത്. യെസ്. സോ പോയിസൺ വേരിയേറ്റിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? പോയിസൺ വേരിയേറ്റിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? നിങ്ങൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് അവിടെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? യെസ്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ എന്താ എന്ന് പറയാമോ? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? എന്താ വരുന്നത്? യെസ്. ഇ റേസ് ടു, പഠിച്ച ഓർമ്മയുണ്ടോ സബർണ? ഇല്ല ഇവിടെ. e raised to minus m into m raised to x divided by x factorial. ആ തന്നെ, കറക്റ്റ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? എല്ലാവരും ഇതൊന്ന് പഠിച്ചേക്കണം കേട്ടാ. യെസ്. സോ ഇ റേസ് ടു മൈനസ് എം എം റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇത്രയെന്നാ പറഞ്ഞത് അല്ലെ? അപ്പൊ ഞാൻ അത് ആദ്യം ചെയ്താണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 1, അതായത് 0.3 എന്ന് പറഞ്ഞു. സോ ഇത് വാല്യൂ ഒന്ന് ഇക്വേഷനിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ നമുക്ക് ഇ റേസ് ടു മൈനസ് എം എം റേസ് ടു 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ആണെന്ന് കിട്ടും. ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 0.2 എന്നാ പറഞ്ഞേ. സോ അതിന്റെ ഇക്വേഷൻ ഇടുമ്പോൾ ഇ റേസ് ടു മൈനസ് എം, ഓക്കെ, എം റേസ് ടു 2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഇവിടുന്ന് നമുക്ക് വീണ്ടും ഒരു കാര്യം എഴുതാം. ഈ 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 0.4 ഇസിക്കൽ ടു ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? യെസ്. ഇനി ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും നിങ്ങൾക്ക് എം കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയേ അല്ലെ? ഇക്വേഷൻ 1 ഉണ്ട്, ഇവിടെ ഇക്വേഷൻ 2 ഉണ്ട്. നിങ്ങൾ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1 ഒന്ന് ചെയ്തേ. ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. എന്താ കിട്ടാന്ന് നോക്കാം. ഇക്വേഷൻ 2 എത്രയാ? യെസ്, 0.4. 0.4 ഡിവൈഡഡ് ബൈ 0.3 എത്ര വരുന്നത്? 4/3 അല്ലേ? 0.4 ഡിവൈഡ് ബൈ 0.3 4/3 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എമ്മും ഇ റേസ് ടു മൈനസ് എമ്മും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. ശരി. ഇനി എം സ്ക്വയറും എമ്മും ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? എം കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? എം ഇസ് ഈക്വൽ ടു 4/3 കിട്ടിയ ഓക്കെ ആണോ? പറടാ. ഓക്കെ അല്ലേ മോളെ? ക്ലിയർ ആണോ ഈ സാധനം? യെസ്. അപർണ ഓക്കെ അല്ലേ? Okay, sir. ഓ
സോ അതായത് നമ്മൾ എന്ത് ചെയ്തത് 0.3 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം എം റേസ് ടു 1 ഡിവൈഡ് ബൈ 1 ഫാക്ടറിലാക്കി. ഇപ്പുറത്ത് എന്താക്കി 0.2 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം എം സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയലാണ് വരുന്നത്. അപ്പൊ ഈ 2 ക്രോസ് ചെയ്യുമ്പോൾ 0.4 കിട്ടി. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.4 ഡിവൈഡ് ബൈ 0.3 4/3 കിട്ടും. അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇ റേസ് ടു മൈനസ് എമ്മും ഇ റേസ് ടു മൈനസ് എമ്മും കട്ടായി പോകും ഡിവൈഡ് ചെയ്യുമ്പോൾ. അതേപോലെ എം സ്ക്വയറും എമ്മും കട്ടായിട്ട് അവിടെ എം മാത്രമേ വരും. സോ അങ്ങനെ 4/3 ഈക്വൽ ടു എം എന്നുള്ള രീതിയിൽ കിട്ടും. 4/3 ഈക്വൽ എം. യെസ്. ഇനി 4/3 എം ആണെങ്കിൽ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ് ചോദിക്കുന്നത്. സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എം എം റേസ് ടു 0 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ അല്ലേ? സോ വാട്ട് ഈസ് ഇ റേസ് ടു മൈനസ് എം? ഇ റേസ് ടു മൈനസ് എം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? -4/3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇ റേസ് ടു -4/3. എം റേസ് ടു 0 is 1 ഡിവൈഡഡ് ബൈ 1. സോ ഫൈനൽ ആൻസർ ഈസ് ഇ റേസ് ടു -4/3. സെറ്റ് ആണോ? ഇ റേസ് ടു -4/3. ഓക്കെ അല്ലേ? Okay, so last answer is option C, e raised to -4/3. Okay, done. Yes, so ഇവിടെ വരെ എത്തി. ഇനി ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം കേട്ടോ. 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. സോ നേരെ പ്രോബബിലിറ്റിയിലോട്ടാണ് പോകുന്നത്. പ്രോബബിലിറ്റി കുറച്ച് ടൈറ്റ് ആണ്, എന്നാലും നമുക്ക് ലെറ്റ്സ് ഡിസ്കസ് കേട്ടോ. നോക്കിയിട്ട് ചെയ്യാം. വായിച്ചു നോക്ക് ക്വസ്റ്റ്യൻ. ടിക്കറ്റ്സ് നമ്പേർഡ് ഫ്രം 1 to 20 ആർ മിക്സ്ഡ് അപ്പ്. ഓക്കെ, സോ 1 മുതൽ 20 വരെയുള്ള ടിക്കറ്റ് ഉണ്ട്, നമ്മൾ മിക്സ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഒരു ടിക്കറ്റ് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം എന്ന് പറഞ്ഞു. ടിക്കറ്റ് നമ്മൾ എന്ത് ചെയ്തു? യെസ്, റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തു. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ടിക്കറ്റ് ഡ്രോൺ ഹാസ് എ നമ്പർ വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 or 5 എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എടാ നിങ്ങളൊന്ന് പറഞ്ഞേ, 3ന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്തൊക്കെയാ വരുന്നത്? 3ന്റെ മൾട്ടിപ്പിൾ 1 മുതൽ 20 വരെ ഉള്ളതിൽ 3ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാ? വേറെ ആരും വിളിക്കണോ? ആരും വിളിക്കാം? 10, 12, 15, 18. ഓക്കെ, പോട്ടെ. പറഞ്ഞ 3, 4, 6, 9, 12, 15, 18 അല്ലേ? ശരി, അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എത്രയാ വരുന്നത്? അതായത് 20 നമ്പേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ ഇതില് 6 അല്ലേ ഉള്ളൂ? 6/20 ആണോ? അല്ലെ? നമുക്ക് ഈ നമ്പർ പിക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 20 6 ഉള്ളൂ. അതുകൊണ്ട് 6/20 എന്നല്ലേ വരുന്നത്? ഓക്കെ, എന്നാ പിന്നെ മൾട്ടിപ്പിൾ ഓഫ് 5 എത്രയാ വരുന്നത്? 5, 10, 10, 15, 20. 20. അപ്പൊ 4 ഉള്ളൂ. അപ്പൊ 4/20. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇവർ ചോദിക്കുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 or 5 ആ. അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് എ ആണെന്ന് വിചാരിക്കും, ഇത് ബി ആണെന്ന് ഉദ്ദേശിക്കുക. അപ്പൊ ഇവർ ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആ അല്ലെ? ഇതോ അല്ലെ? മൾട്ടിപ്പിൾ ഓഫ് എയോ മൾട്ടിപ്പിൾ ഓഫ് 3യോ മൾട്ടിപ്പിൾ ഓഫ് 5ഓ എന്ന രീതിയിലാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്താ വരിക? പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാ പഠിച്ചിട്ടുണ്ട് അല്ലെ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? യെസ്. സോ പി ഓഫ് എ എത്രയാ കിട്ടുന്നത്? 6/20. പി ഓഫ് ബി എത്രയാ കിട്ടുന്നത്? 4/20 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? യെസ്, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3യോ ആണോ മൾട്ടിപ്പിൾ ഓഫ് 5ഉം ആണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ. മൾട്ടിപ്പിൾ ഓഫ് 3 and 5 വരുന്ന ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ? ഇതിൽ കോമൺ ആയിട്ടുള്ള 15 നമ്പർ ഉണ്ട്. 15 ഉണ്ട് അല്ലെ? സോ അതിന്റെ പ്രോബബിലിറ്റി എത്ര വരുന്നത്? 1/20 അല്ലെ? സോ 1/20 കൂടി വരും. സോ 6/20, 4/20 ആൻഡ് ടോട്ടലി രണ്ടും കൂടി കോമൺ ആയിട്ട് 15 ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കാം. സോ 6 + 4 - 1 is equal to 9. 9/20 എന്ന് വരും. ക്ലിയർ അല്ലേ? 9/20. സെറ്റ് അല്ലേ? ഓക്കെ, ഗുഡ്. ഓക്കെ, ഡൺ. ഇനി അടുത്തതിൽ ഞാൻ വേറൊരാളെ വിളിക്കട്ടെ. ഓക്കെ, ആരെ വിളിക്കുക? ഹംദ ഉണ്ടോ ഇവിടെ? ഹംദ ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഇല്ല ഇവിടെ എന്തില്ല, ഓണാക്കാൻ പറ്റുന്നില്ല, അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നില്ല.
ഓക്കെ പോട്ടെ. ഹെലന ഉണ്ടോ? ഹെലന? ഉണ്ട് സാർ. ഹെലന നമ്മളെ പറ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ. നോക്കാം നമുക്ക്. ഇഫ് 2 dice are rolled, okay, so 2 dice നമ്മൾ റോൾ ചെയ്യുന്നുണ്ട്, then probability of getting a greater number on the first die than the one on the second, given that sum should be equal to 7. Okay, so ഒരു different type of question ആണ്. ഇപ്പൊ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? പ്രോബബിലിറ്റി ഓഫ് സം ഇസ് ഈക്വൽ ടു 7 കിട്ടാനാണെങ്കിൽ നമുക്കിപ്പോ ഡൈസ് ത്രോ ചെയ്യുമ്പോൾ നമുക്കറിയാം എത്ര എണ്ണം പോസിബിലിറ്റി ഉണ്ട് സാമ്പിൾ സ്പേസിൽ? 36 ഇല്ലേ, അല്ലെ? 1 2 1 1 1 2 1 3 1 4 അങ്ങനെ നോക്കുന്ന സമയത്ത് സാമ്പിൾ സ്പേസിൽ 36 ഉണ്ട്, അല്ലെ? അപ്പൊ 36 സമ്മ് 7 വരുന്ന എത്ര എണ്ണം ഉണ്ടാവും? ഏതൊക്കെ വരുന്നതെന്ന് പറയാമോ? സമ്മ് 7 വരണമെങ്കിൽ 1 6. ഓക്കെ, അടുത്ത 2 2ഉം 5ഉം ഓക്കെ, അടുത്ത 3ഉം 3ഉം 4ഉം 4ഉം വരും. അതിന് നേരെ തിരിച്ചും വരും. 4ഉം 3ഉം 5 2 6 1, അല്ലെ? സോ ടോട്ടൽ 6 എണ്ണം ഉണ്ട്, അല്ലെ? 6 ഉണ്ട്. സോ 6/36 ആണ് എന്ത് വരുന്നത്? പ്രോബബിലിറ്റി ഓഫ് സം ഇസ് ഈക്വൽ ടു 7 എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ക്ലിയർ ആണ്, അതിൽ ഡൗട്ട് ഒന്നുമില്ല. ശരി, ഇനി ഇത് കണ്ടുപിടിക്കാനുള്ള ഐഡിയ നമുക്ക് ഓൾറെഡി അറിയാം. അതായത് n-1/36 അടിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അതായത് അപ് ടു 7 വരെ ആണെങ്കിൽ, എന്താണ് അപ് ടു 7 വരെ ആണെങ്കിൽ, പ്രോബബിലിറ്റി അപ് ടു 7 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. n-1/36, അതായത് 7 ഉണ്ടെങ്കിൽ 7 ഒന്ന് ജസ്റ്റ് കൊടുക്കാം, 6/36 ആൻസർ കിട്ടും. ഓക്കെ, മോർ ദാൻ 7 ആണെങ്കിൽ നിങ്ങൾ 13 - n/36 അടിച്ചാൽ മതി. അതായത് സപ്പോസ് സം ഇസ് ഈക്വൽ ടു 10 കിട്ടണം എന്ന് വിചാരിക്കും. സമ്മ് 10 കിട്ടണമെങ്കിൽ അവിടെയുള്ള പോസിബിലിറ്റി 4ഉം 6ഉം 6ഉം 4ഉം 5ഉം 5 മൂന്നെണ്ണേ ഉള്ളൂ. ഓക്കെ, സോ ഇത് കണ്ടുപിടിക്കാനുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ 13 - 10/36 ആൻസർ എന്ത് കിട്ടും? 3/36 കിട്ടും. ഓക്കെ അല്ലേ? ശരി, ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്ക്. ഇഫ് 2 dice are rolled, then the probability of getting a greater number on the first die than on the one on the second. ഓക്കെ, നമ്മൾ ആദ്യത്തെ കോയിനിൽ എന്ത് കിട്ടണം? ആദ്യത്തെ ഡൈയിൽ ഗ്രേറ്റർ നമ്പറും നെക്സ്റ്റത്തേൽ ചെറിയ നമ്പറും കിട്ടണം. പക്ഷെ ഗിവൺ എന്താണ്? സം ഷുഡ് ബി ഈക്വൽ ടു 7 എന്ന് പറഞ്ഞിട്ട് ഗിവൺ ആണ്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി മോഡൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് എ എന്ന് പറഞ്ഞാൽ, പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റത്തേൽ നമുക്ക് എന്ത് കിട്ടണം? ഗ്രേറ്റർ നമ്പർ കിട്ടണം. ഓക്കെ, എന്നിട്ട് ബി എന്ന് പറയുന്നത് സമ്മ് 7 ആണ്. അപ്പൊ ഓൾറെഡി ഗിവൺ ആണ് എന്ത്? ഈ ബി എന്നുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ അറിയാവോ? ഓർമ്മയുണ്ടോ? അല്ല, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇക്വേഷൻ ഓർമ്മയുണ്ടോ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. കറക്റ്റ്. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. അപ്പൊ ഇവിടെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക? ഗ്രേറ്റർ ദാൻ 1 ആവണം, അറ്റ് ദ സെയിം ടൈം എന്തും കൂടി വേണം, ഈക്വൽ ടു സം ഇസ് ഈക്വൽ ടു 7 ആവണം. അപ്പൊ അങ്ങനെയുള്ള എത്ര എണ്ണം ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ആദ്യത്തെ നമ്പർ വലുതും ആവും വേണം, സമ്മ് 7 ആവണം. അപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും? 3. ഒരു മിനിറ്റ്. ഓക്കെ, 3 അല്ലേ? യെസ്. സോ 3 ഔട്ട് ഓഫ് ഈ ടോട്ടൽ 6 1 5 5 2 4 3 ഈ ഒരു 3 കേസസിൽ മാത്രമേ എന്തുള്ളൂ? ഗ്രേറ്റർ നമ്പർ ആദ്യം വന്നിട്ട് പിന്നെ സമ്മ് ടോട്ടൽ 7 വരുന്ന കേസ് ഉള്ളൂ. അപ്പൊ ഇവിടെ 3 ആണുള്ളത് ഔട്ട് ഓഫ് 36 അല്ലെ? 3/36 ആണ് വരുന്നത്. ക്ലിയർ ആണ്. ഇനി അടുത്ത് നോക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സം ഇസ് ഈക്വൽ ടു 7. സം ഇസ് ഈക്വൽ ടു 7 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 6/36 എന്ന് പറഞ്ഞിട്ട്, അല്ലെ? 6/36 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണോ? അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച. യെസ്. സോ ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആൻസർ എന്ത് കിട്ടും? 3/6. എത്ര കിട്ടി? 1/2. ക്ലിയർ ആണോ? 1/2. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ ശ്രദ്ധിച്ച് നോക്കണം. എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടല്ലോ ഇവിടെ ഒരു ഗിവൺ എന്നുള്ള വാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എ ഗിവൺ ബി മോഡൽ എടുക്കണം. വെറുതെ ഇങ്ങനെ എഴുതിയാലൊന്നും നമുക്ക് ചിലപ്പോൾ ആൻസർ കിട്ടൂല കേട്ടോ. ഗിവൺ ഇങ്ങനെ കറക്റ്റ് നോക്കണം. ഗിവൺ ഉണ്ടെങ്കിൽ അതാണ് ആൻസർ. ഓക്കെ, അതല്ലെങ്കിൽ ഒരു ഷോർട്ട് ഐഡിയ ഉണ്ട്. എന്താണെന്നറിയോ? ഇവിടെ ഓൾറെഡി നമുക്ക് ഗിവൺ ദാറ്റ് സമ്മ് 7 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന സാമ്പിൾ സ്പേസ് ഇതാണ് നമുക്കറിയാം, അല്ലെ? ഇനി ഇതില് ഫസ്റ്റത്തെ നമ്പർ ഗ്രേറ്റർ ആവാനുള്ള പ്രോബബിലിറ്റി നോക്കിയാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും 3 ഔട്ട് ഓഫ് 6 ആണ്. അപ്പൊ ആൻസർ അപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടി? 1/2 കിട്ടും. സോ അങ്ങനെയും ചെയ്യാം. ക്ലിയർ ആയോ?
ഇത് ഓക്കെ അല്ലേ? ഈ ഒരു പറഞ്ഞ പോയിന്റ് ഓക്കെ ആണോ? ഒന്നെങ്കിൽ ഇതുപോലെ ചെയ്യണം, എ ഗിവൺ ബി ഇക്വേഷൻ ഇട്ടിട്ട് ചെയ്യണം. അതല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന സാമ്പിൾ സ്പേസ് നോക്കുക. ഗിവൺ എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന്റെ സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഗ്രേറ്റർ നമ്പർ ഫസ്റ്റ് വരുന്ന കേസ് 3 ഉണ്ട്. സോ 3 out of 6 എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ആൻസർ ഈസ് 1/2. ഓക്കെ, സോ അതേപോലത്തെ ഒരു ക്വസ്റ്റൻ ഇതും കൂടി ഒന്ന് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം. ഓക്കെ, സോ ബ്രേക്ക് കഴിഞ്ഞിട്ട് എന്താ പറയാ, ഒരു 10-15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ മതി. ഓക്കെ, സോ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റൻ കൂടി നോക്ക്. ഇഫ് ഇൻ എ ക്ലാസ് 50% ഓഫ് ദ സ്റ്റുഡൻറ് സ്റ്റഡി മാത്തമാറ്റിക്സ്, അതായത് പ്രോബബിലിറ്റി ഓഫ് മാത്തമാറ്റിക്സ് എത്രയുണ്ട്? 0.5 അല്ലെ? 50% ഓഫ് ദ സ്റ്റുഡൻറ് സ്റ്റഡി മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് മാത്തമാറ്റിക്സ് 0.5. ആൻഡ് സയൻസ്, ഓക്കെ, മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് മാത്സ് ആൻഡ് സയൻസ് ഇന്റർസെക്ഷൻ 0.5. 70% സ്റ്റഡി ഓൺ മാത്തമാറ്റിക്സ്, അതായത് പ്രോബബിലിറ്റി ഓഫ് മാത്തമാറ്റിക്സ് ഈക്വൽ ടു 0.7. Then the probability of a student studying science given that he is already studying mathematics. ഇപ്പൊ ചോദ്യം ചോദിക്കുന്നത് എന്താ? What is the probability of science given he is already studying what? Maths. സോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ എടുക്കുക? ശരി. സോ പ്രോബബിലിറ്റി ഓഫ് സയൻസ് ഇന്റർസെക്ഷൻ മാത്സ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് മാത്സ് അല്ലേ? യെസ്. സുഹേലിന, ഇതിന്റെ ആൻസർ എങ്ങനെ വരിക? സയൻസ് ഇന്റർസെക്ഷൻ മാത്സ് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ? എത്ര വരുന്നത്? 0.5. ക്ലിയർ ആണ്. ആൻഡ് വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് മാത്സ്? 0.7. 7. സോ ഫൈനൽ ആൻസർ ഇസ് ഡയറക്ട്ലി 5/7. സെറ്റ് അല്ലേ? 5/7. ക്ലിയർ ആണോ? ഓക്കെ, സോ ഓൾമോസ്റ്റ് 11 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത്. സോ ഓൾമോസ്റ്റ് 1 ഹവറിന് കൂടുതൽ എടുത്തു. ഓക്കെ, 11 ക്വസ്റ്റ്യൻസ് പ്ലസ് എന്തായാലും ഒരു 10-30-40 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ യു ടേക്ക് എ ബ്രേക്ക്. നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് ഒരു 11:05 ആകുമ്പോഴേക്കും ജോയിൻ ചെയ്യുക. ഒരു 20 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ. 11:05 ആകുമ്പോഴേക്കും ജോയിൻ ചെയ്യുക. ഓക്കെ, ഓക്കെ, ഡൺ. യെസ്.